ക്രിസ്തുവിൽ അത്രയും സ്നേഹം നിറഞ്ഞവരെ, തപസ്സുകാലത്തിലെ 4-ാമത്തെ വെള്ളിയാഴ്ചയിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു പറഞ്ഞു വയ്ക്കുന്നുണ്ട്, ഞാൻ ആരാണെന്നും എവിടെ നിന്ന് വന്നുവെന്നും നിങ്ങൾക്കറിയാം. യേശുവിൻ്റെ വാക്കുകൾ നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ മനസ്സിലാകും, പലപ്പോഴും അവൻ്റെ കൂടെ നടക്കുന്ന ആളുകൾക്ക് പോലും അവനിലുള്ള ദൈവികത തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല. അതിന് പല അനുഭവങ്ങളും നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്. യേശു സംസാരിക്കുമ്പോൾ ഇവന് ഇത്രയും ജ്ഞാനം എവിടെ നിന്ന്, ഇവൻ ആ തച്ചൻ്റെ മകനല്ലേ, മറിയമല്ലേ ഇവൻ്റെ അമ്മ എന്നൊക്കെ പറയുന്ന രീതിയിൽ യേശുവിൻ്റെ ദൈവികത മനസ്സിലാക്കാതെ അവൻ്റെ മാനുഷികത മാത്രം സംസാരിക്കുന്ന യേശുവിനോട് കൂടെ നടക്കുന്നവരെ നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ വചനങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കാണുക, ഞാൻ ആരാണെന്നും എവിടെ നിന്ന് വന്നുവെന്നും നിങ്ങൾക്കറിയാമെന്ന് യേശു പറഞ്ഞു വയ്ക്കുക. കാരണം അവൻ്റെ മനുഷ്യ പ്രകൃതിയെക്കുറിച്ച് അവർക്കറിയാം, എന്നാൽ ദൈവപ്രകൃതിയെക്കുറിച്ച് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ പോയതിൻ്റെ ഒരു കുറ്റാരോപണം എന്ന നിലയ്ക്കാണ് യേശു ഈ വാക്കുകൾ സംസാരിക്കുക. യേശുവിൽ അവിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ പിതാവായ ദൈവത്തിലും പിതാവിനാൽ അയക്കപ്പെട്ട ക്രിസ്തുവിലുള്ള മഹത്വത്തിലും വിശ്വസിക്കാനായിട്ട് ഈ ജനക്കൂട്ടത്തിന് സാധിക്കാതെ പോകുന്നു. അറിവുകളുണ്ട്, എന്നാൽ തിരിച്ചറിവുകൾ ഇല്ലാതെ പോകുന്നത് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ്. നമ്മുടെയൊക്കെ ജീവിതം നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ നമ്മളും അറിയുന്നുണ്ട്, നമുക്ക് പല അറിവുകളും വിശ്വാസത്തെക്കുറിച്ചുണ്ട്. ക്രിസ്തു രക്ഷകനാണെന്നും അവൻ നമ്മെ വീണ്ടെടുത്തവനാണെന്നും അവനിലാണ് നമ്മുടെ പ്രതീക്ഷയും രക്ഷയും എന്നുമൊക്കെ നമുക്ക് വിശ്വാസമുണ്ട്. നമ്മുടെ വിശ്വാസ പരിശീലനങ്ങളിലൂടെ നമ്മൾ നേടിയെടുത്ത അറിവുകളാണ്. എന്നാൽ അറിവുകളെക്കാൾ അപ്പുറമായിട്ട് ചില തിരിച്ചറിവുകൾ ജീവിതത്തിൽ ആവശ്യമാണ് എന്നത് എപ്പോഴും ഒരു ഓർമ്മപ്പെടുത്തലാണ്. കാരണം അറിവുകളിൽ നിന്നുകൊണ്ട് മാത്രം യേശുവിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ, യേശുവിലെ ദൈവികത തിരിച്ചറിയാൻ ശ്രമിച്ചാൽ പലപ്പോഴും യേശു അകലെ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് അനുഭവപ്പെടും, അകലെ നിൽക്കുന്ന രക്ഷകനായിട്ട് നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട്. എന്നാൽ തിരിച്ചറിവുകൾ ഉണ്ടാകേണ്ടത് വ്യക്തിപരമായ അനുഭവങ്ങളിലൂടെയും ക്രിസ്തുവിനെ വ്യക്തിപരമായി അനുഭവിച്ച് അറിഞ്ഞുകൊണ്ട് ആ സത്യത്തിലേക്ക് നമ്മൾ ഇറങ്ങി വരികയും ചെയ്യുമ്പോഴാണ് തിരിച്ചറിവുകൾക്കപ്പുറമുള്ള അനുഭവ യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുക. അറിവുകളുടെ തലങ്ങളിൽ നിന്ന് മാത്രം യേശുവിനെ കാണുന്നവർക്ക് ഒരുപക്ഷെ യഥാർത്ഥ ദൈവസ്നേഹത്തിലേക്കോ സഹോദര സ്നേഹത്തിലേക്കോ കടന്നു വരാൻ സാധിക്കില്ല. തിരിച്ചറിവുകളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വഴിവെളിച്ചങ്ങളായിട്ട് മാറേണ്ടത്. ദൈവത്തെ കാണുവാൻ കഴിയുന്ന കണ്ണിൻ്റെ തുറവിക്ക് വേണ്ടി തിരിച്ചറിവുകൾ എപ്പോഴും ആവശ്യമായിരിക്കട്ടെ. പ്രത്യേകമായി ഈ നോമ്പുകാലത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ അനുഭവിച്ചറിഞ്ഞ യേശുവിനെ തിരിച്ചറിയുവാനുള്ള അകക്കണ്ണിൻ്റെ പ്രകാശത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ അറിവുകളിൽ നിന്നുകൊണ്ടല്ല, അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് ദൈവത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് യഥാർത്ഥ ദൈവവുമായുള്ള ഒന്നായിത്തീരലായിട്ട് മാറും. ഈ ഒരു കൃപ ഈ നോമ്പുകാലത്തിലൂടെ നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നോമ്പുകാലം കൂടുതൽ വിശുദ്ധിയിലേക്ക് നമ്മളെ നയിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.